എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ, അത് ആണായാലും പെണ്ണായാലും എല്ലാ മനുഷ്യരും മനസ്സുകൊണ്ട് ഡിപ്പെൻഡബിളാണ്. അതായത് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒരാളെ ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ മൂഡിനനുസരിച്ച് നമ്മുടെ മൂഡ് മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റേ ആളുടെ മൂഡ് ദേഷ്യമാണ് എങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൂഡ് സങ്കടമായാലും അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ ആയാലും ഒക്കെ നമുക്ക് അതിനെ അടിച്ചമർത്തേണ്ടി വരുന്നു. കാരണം നമ്മുടെ മൂഡിന് അവിടെ വാല്യൂ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യണത് അയാളുടെ മൂഡിനനുസരിച്ച് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്ത് അവസാനം നമ്മളൊരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് എത്തേണ്ട ഒരു ഗതികേടിൽ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് പിന്നീട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരവസ്ഥയിലേക്ക് പോകുന്നത് പലയിടത്തും കാണുന്നു. അത് ഒരു കാര്യം. ഇതിന് ഒരു സൊല്യൂഷനായിട്ടാണ് പണ്ടുള്ളവർ ഈശ്വരന്മാരെ അമ്പലത്തിൽ പോവുക, പള്ളി പോവുക എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതായത് മനസ്സുകൊണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് ഈശ്വരനെയാണ് എങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം കുറേയൊക്കെ ഒഴിവാക്കാം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനനുസരിച്ചിട്ടല്ലേ നമുക്ക് സങ്കടപ്പെടണമെങ്കിൽ സങ്കടപ്പെടാം, നമുക്ക് ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടാം. ഈശ്വരൻ്റെ അടുത്ത് പുള്ളി ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയൂല. ഈ ഈശ്വരന്മാരെല്ലാവരും തിരിച്ചു പറയുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, ചതിച്ചവനും ചതിക്കപ്പെട്ടവനും ഒരേ ഈശ്വരൻ്റെ അടുത്ത് പോയിട്ടാണ് സങ്കടവും സന്തോഷവും പറയുന്നത്. അപ്പോൾ ഈശ്വരന്മാരിങ്ങോട്ട് തിരിച്ചു പറയുന്നില്ല. ഇനി തിരിച്ചു പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ഈശ്വരന്മാർ തിരിച്ചു പറയണത് എനർജി ലെവലിലാണ്. അത് മനസ്സിലാവുന്നവർ മനസ്സിലാവും, അല്ലാത്തവർക്ക് പക്ഷേ ഭൗതികമായിട്ട് സംസാരിക്കുന്നില്ല നിങ്ങളോട്, നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം. ഈ കുറേ അരുതുകളുണ്ട്. പണ്ടുള്ളവർ കുറേ അരുതുകൾ പറഞ്ഞിരുന്നു നമ്മളോട്. സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോകരുത്, കാൽമേ കാല് കയറ്റി വെച്ച് പെൺകുട്ടികൾ ഇരിക്കരുത്, ഉമ്മറപ്പടിയിൽ ഇരിക്കരുത്, അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിരുന്നു. എന്തിനായിരുന്നു ഈ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞാൽ ആൺകുട്ടികൾ പുറത്തേക്ക് പോകരുത് എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ കയറണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്തിനാണ് ഇത് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ സാഹചര്യം മോശമാണ് എങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഗതി അധോഗതിയാവും പിന്നീട്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഈ സാഹചര്യങ്ങളിലേക്ക്, അതായത് വേണ്ടാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരുതുകൾ പറഞ്ഞിരുന്നത്. ഒരുപാട് സാഹചര്യങ്ങളപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഈ അരുതുകളിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്ക് വരേണ്ടിയിരുന്ന ഈ കുറേ വൃത്തികെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സന്ധ്യ കഴിഞ്ഞൊന്ന് പുറത്ത് പോയാൽ നമ്മളെ ആരും പാക്കാനൊന്നും പിടിച്ച് തിന്നുമൊന്നുമില്ല. നമ്മൾ ഏതോ ഒരു ചീത്ത സാഹചര്യത്തിലേക്ക് പെടാമായിരുന്നു, പക്ഷെ നമ്മൾ പോയില്ല. അതുകൊണ്ട് അപ്പോൾ ഈ അരുതുകൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ്. അല്ലാതെ അവർക്കതുകൊണ്ടൊരു സായുജ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവർ ശീലിച്ചു, അത് നമ്മളോട് പറഞ്ഞു. അതെന്തിനാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ബോധമുള്ള മനുഷ്യരല്ലേ, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക. ഇപ്പോൾ പൊതുവേ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു അവൻ ഇന്ന പോലെയാണ്, ചെയ്യരുത്, അവനോട് മിണ്ടരുത്, ഉടനെ നമ്മൾ മിണ്ടാതിരിക്കുന്നു. അങ്ങനെയാണ്. അവനവൻ്റെ ബുദ്ധി ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരണത്. കാണാം.